പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു അല്ലേ? എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ആ ദൈവീയ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുക. ഗോഡ് ഈസ് ലവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ അല്ലേ? ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മളെല്ലാവരും തമ്മിൽ സ്നേഹിക്കണമെന്ന്. പക്ഷെ മനുഷ്യന്ന് നമുക്ക് അത് പറ്റുന്നുണ്ടോ? ഇന്നൽപ്പം നേരത്തെ ചിന്തിക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. മാത്യു ചാപ്റ്റർ 7:1. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിലരെ മീറ്റ് ചെയ്തിട്ടില്ലേ? ഒരു വിധത്തിലും അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റാത്ത, അല്ലെങ്കിൽ സ്നേഹിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ചില ജീവിതങ്ങളെ കണ്ടുമുട്ടിയിട്ടില്ലേ? ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും പേരൻസ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നെയ്ബറിനെ ആയിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലരെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പാടുപറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോടൊന്ന് ദയ കാണിക്കാനും പറ്റാതെ നമ്മളങ്ങ് ടഫായി പോവും. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം എന്താ എന്നെപ്പറ്റി? ടു ലവ് മൈ നെയ്ബർ അല്ലേ? എല്ലാവരെയും സ്നേഹിക്കാൻ, നമ്മുടെ അയൽവാസികളൊക്കെ നാം സ്നേഹിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി നിന്നിട്ടൊന്ന് ചിന്തിക്കണം, ഈ വ്യക്തിയും ദൈവത്തിൻ്റെ പൈതലല്ലേ? ദൈവത്തിൻ്റെ ഹിതം എന്നെക്കുറിച്ചുള്ളത് ഞാൻ അവരെയും സ്നേഹിക്കണമെന്നല്ലേ? അത് ഹാർഡാണെന്നും പറഞ്ഞ് സ്നേഹിക്കാതെ ഇരിക്കുന്നത് ശരിയാണോ? നമ്മൾ മറ്റുള്ളവരെയൊക്കെ ജഡ്ജ് ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ അവരോട് സംസാരിക്കാതെ ഇരിക്കും അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ നാം അവരോടൊക്കെ സംസാരിച്ചിരിക്കണം. എന്നിട്ട് നമ്മുടെ സ്നേഹം കാണിപ്പാൻ തക്കോണം വി ഷുഡ് ട്രൈ അവർ ബെസ്റ്റ്. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് ജ്ഞാനം തന്നിട്ടുണ്ട് അല്ലേ? മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ സ്നേഹമൊക്കെ ചില സമയത്ത് കോംപ്ലിക്കേറ്റഡായി പോവും, ഡിഫിക്കൽട്ടായി പോവും. തമ്മിൽ സ്നേഹിക്കാൻ വളരെ ഈസിയാണ്. ലവ് ഈച്ച് അതർ. അത് പക്ഷേ നമുക്ക് ചിലപ്പോൾ പാടായിട്ട് വരും. അങ്ങനെ നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നില്ല എന്നാണ്. നമ്മൾ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ നാം നമ്മുടെ ദൈവത്തെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും ദൈവമക്കളാണെന്ന് കരുതി നമ്മൾ സ്നേഹിക്കണം. ഒരിക്കലും ഹാർഡാന്ന് പറയരുത്. ഇന്നത്തെ സൊസൈറ്റി നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. മറ്റുള്ളവരോട് നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ട് ബിഹേവ് ചെയ്യരുത്. നമ്മൾ ജഡ്ജ്മെൻ്റലല്ലെങ്കിൽ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ അത് എളുപ്പമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്ന്. ഡു നോട്ട് ജഡ്ജ് ഓർ യു ടു വിൽ ബി ജഡ്ജ്ഡ്. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിച്ച്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ജഡ്ജ്മെൻറ്റിലാണോ? വേറൊരു വ്യക്തിയുമായിട്ടുള്ള സ്നേഹം നടുവിൽ തടയപ്പെടുന്നുണ്ടോ? ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ ബെറ്ററാക്കാനായിട്ട് പറ്റും? നാം അതിന് ശ്രമിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് തീർച്ചയായിട്ടും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെയും ചെയ്തെടുപ്പാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് ജീവിക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ചില സ്ഥലത്ത് ചിലരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും അല്ലേ? ചിലരെ നാം സ്നേഹിക്കത്തില്ല. നാം സ്നേഹിക്കാത്തവരോട് നമ്മൾ പലപ്പോഴും റൂഡായിരിക്കും. വലിയ ആംഗ്രിയായിട്ട് സംസാരിക്കുന്നൊന്നും ഞാൻ പറയത്തില്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല അങ്ങനെ ഈസി ആയിട്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? വിള്ളലുകൾ,
ബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് അവരുടെ സ്വസ്ഥത, മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തുമെന്ന് മാത്രമല്ല, നമ്മുടെയും സ്വസ്ഥത കെടും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ബി ലവിങ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കീ ആയിട്ട് കാണണം. ദ കീ എന്ന് പറയുന്നത്, താക്കോലെന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ എപ്പോഴും എല്ലാ സമയത്തും സ്നേഹം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ലൈഫ് എത്ര ഈസി ആയിരിക്കുമെന്ന്. ലൈഫ് ഈസ് മോർ ഫുൾഫില്ലിങ്. അങ്ങനെയുള്ളൊരു ലൈഫല്ലേ നമുക്കിഷ്ടം. അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ സ്നേഹം ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. സോ ബി ലവ്. ഹല്ലേലൂയ. ദൈവം പറയുന്നത്, ബി മൈ ഇൻസ്ട്രുമെൻറ്റ്. വെൻ ഇൻ ഡൗട്ട് ഓൺ വാട്ട് ടു ഡു, ജസ്റ്റ് ബി ലവ്. സ്നേഹത്തോടെ ആയിരിക്കാൻ കഴിയണം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവമക്കളെ, നമ്മുടെ ദൈവം സ്നേഹമായിരിക്കുമ്പോൾ നാമും അങ്ങനെ തന്നെ ആയിരിക്കേണ്ടത് ആവശ്യമല്ലേ? അതിന് നാം മനസ്സ് വെച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾക്ക് ചിലരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ കണ്ണുകളിൽ സ്നേഹം കാണാൻ പറ്റും. എന്നാൽ ചിലരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു ഇരുട്ട. പ്രൈസ് ഗോഡ്. എന്നാൽ ചിലരുടെ കണ്ണിലേക്ക് നോക്കിയാൽ വെളിച്ചമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? Because they have God in their life and God is reflected in their eyes. When you show love to others, you are being a reflection of God. അതുകൊണ്ട് യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ സ്ഥാനം കൊടുത്ത് കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവൻ നയിപ്പാൻ തക്കോണം നാം ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് പറയുന്നത്, ലവ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് മീ. ലവ് ഷോസ് അതേഴ്സ് മീ ഇൻ യു. ഏറ്റവും ബേസിക്കായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നതാണ് സ്നേഹം. യഥാർത്ഥ സ്നേഹം, സത്യസന്ധമായ സ്നേഹം, കലർപ്പില്ലാത്ത സ്നേഹം. അപ്പോൾ ദൈവം നമ്മുടെ പ്രൈമറി ഫോക്കസായിട്ട് മാറട്ടെ. അങ്ങനെയായി തീരുവാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പറയുന്നത് ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞ് വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നാം ഒരിക്കലും വെറുപ്പോ നെഗറ്റീവ് കാര്യങ്ങളോ ഒന്നും സാക്ഷ്യപ്പെടുത്തുന്നവരായിട്ട് തീരരുത്. നാം എന്തിനാണ് സാക്ഷികളായിരിക്കണം? ദയയ്ക്ക്, ജനറോസിറ്റിക്ക്, അല്ലേ, ക്ഷമയ്ക്ക്, അങ്ങനെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നാം വിറ്റ്നസ് ചെയ്യേണ്ടവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലേക്ക് എന്താ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്? നെഗറ്റിവിറ്റിയാണോ പോസിറ്റിവിറ്റിയാണോ? അതോ ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. പക്ഷേ നമ്മളെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ജ്യോതിസ് പോലെ പ്രകാശിക്കേണ്ടവരാണ്. നമ്മൾ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി നാം ജീവിക്കേണ്ടതാണ്. ഞാൻ പറയട്ടെ, ലവ് ഈസ് ദ അൾട്ടിമേറ്റ് കമാൻഡ്മെൻറ്റ് ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നാം നമ്മുടെ സഹോദരനെയും സ്നേഹിക്കണം, നമ്മുടെ നെയ്ബറിനെയും സ്നേഹിക്കണം. ദാറ്റ് ഈസ് പ്രിറ്റി സിമ്പിൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഇതൊക്കെയും കുറഞ്ഞു വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള സാഹസങ്ങളായി ലോകത്തിൽ നടക്കുന്നത്, അല്ലേ? സ്നേഹമില്ലാതെ ജനം നശിച്ചു പോകും, മര്യാദ വിട്ട് നടന്നു പോകും. ജ്ഞാനമില്ലാതെ, ഹല്ലേലൂയ, ജ്ഞാനമുണ്ടെങ്കിൽ സ്നേഹവും ഉണ്ട്. പ്രൈസ് ഗോഡ്. ആൾക്കാർക്കെല്ലാം എല്ലാ കാര്യത്തിലും ചോയ്സസാണ്. അങ്ങനെ ചോയ്സസ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? എല്ലാ തരത്തിലുള്ള ഈവിള്, ഗ്രീഡ്, അതെല്ലാം ജീവിതത്തിലേക്ക് കയറി വരും. പ്രൈസ് ഗോഡ്. ജനറോസിറ്റിയൊക്കെ നമ്മിൽ നിന്ന് അങ്ങ് പോകും. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുവാൻ ഒരു കാലത്ത് നാം നമ്മെ വിട്ടുകൊടുക്കരുത്. പൂർണ്ണമായി കർത്താവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള
ഒരു ജീവൻ നയിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹം അത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. നീ സ്നേഹം കാണിക്കുമ്പോൾ സ്ട്രേഞ്ചേഴ്സിനോട് പോലും നീ സ്നേഹം കാണിച്ചാൽ കുഞ്ഞെ അത് കണ്ടേജിയസാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിലായിപ്പോഴുമ്പോഴും അവരോടും സ്നേഹം കാണിയില്ല. പ്രൈസ് ഗോഡ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ നന്മയിലേക്ക് നമ്മളെ നയിക്കും. പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു വാക്യം കൂടെ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ് കർത്താവേ അതാരെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. അത് 26-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. പ്രൈസ് ഗോഡ്. 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മൾ ശിഷ്യന്മാരല്ലേ? അതെ, നമ്മൾ ശിഷ്യന്മാരെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളെ നിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരായി തീരുവാൻ തക്കോണം, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തക്കോണം, തുറന്ന ഹൃദയത്തോടെ കർത്താവെ പോസിറ്റിവിറ്റി എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്ത്, വെളിച്ചം എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്തൊരു ജീവിപ്പാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.